നിക്കോദിമോസ് എന്ന ശിഷ്യനെയാണ് ഇന്നത്തെ എവൻഗേലിയൻ ഭാഗത്ത് പ്രധാനമായിട്ട് കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കഥാപാത്രമാണ് നിക്കോദിമോസ്. നിക്കോദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവജനത്തിന്റെ വിജയം എന്നാണ്. യേശുവിന്റെ അടുക്കൽ നിശയുടെ നിശബ്ദതയിൽ കടന്നു വന്ന നിക്കോദിമോസ് ഒരു യഹൂദ പ്രമാണിയും സന്നിധി സംഘത്തിലെ അംഗവും ഉന്നത കുലജാതനും സത്യ അന്വേഷകനും നീതിമാനും സ്വർഗരാജ്യത്തിന്റെ ആഗമനത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവനുമായ ഒരു മനുഷ്യനായിരുന്നു. ഇന്നത്തെ എവൻഗേലിയൻ ഭാഗത്തിൽ ഒന്നാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് യേശു തമ്പുരാൻ നിക്കോദിമോസിനോട് പറയുകയാണ്, വീണ്ടും ജനനം അനിവാര്യമാണ്. യേശു തമ്പുരാൻ പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് നിക്കോദിമോസിനോട് പറയുകയാണ്. വെള്ളം ശുദ്ധീകരണത്തെ കുറിക്കുന്നു, ആത്മാവ് വീണ്ടും ജനനത്തെയാണ് കുറിക്കുന്നത്. നമ്മുടെ ആത്മീയ ജനനം വിശുദ്ധ മാമോദീസയിലൂടെയാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മാമോദീസയിലൂടെ ലഭിച്ച അതിശ്രേഷ്ഠമായ കൃപയിൽ നിലനിൽക്കുവാനുള്ള പരിശ്രമമാണ് ആത്മീയ ജീവിതം. വിശുദ്ധ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാ നമ്മളിൽ വന്നു, അത് വസിച്ച് കവിഞ്ഞൊഴുകുന്നത് തുടർന്നുള്ള നമ്മുടെ ജീവിത ശൈലിയിലൂടെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയുമാണ്. വിശുദ്ധ മാമോദീസയിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച നാം ആ അനുഭവത്തെ നിലനിൽക്കുന്നതിന് പ്രാർത്ഥനയിൽ കൂടിയും വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടിയുമാണ്. പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്താത്ത അനുഭവത്തിന്റെ പേരാണ് വീണ്ടും ജനനം. പുതിയ കാഴ്ചപ്പാടും പുതിയ ചൈതന്യവും പുതിയ ദർശനവും പുതിയ ജീവിതശൈലിയുമുള്ള ഒരു പുതിയ മനുഷ്യനെ വിളിക്കുന്ന വാക്കാണ് വീണ്ടും ജനിച്ച മനുഷ്യൻ. വിശുദ്ധ മാമോദീസയിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനി മറ്റു കൂദാശയിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു അകത്തുള്ളവനാണ് ക്രിസ്ത്യാനി. നമ്മളൊക്കെ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുമ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തുവാണോ വേറെ വല്ലവരുമാണോ എന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. സാധകന്റെ സഞ്ചാരം എന്ന പുസ്തകം എഴുതിയ ലേഖകൻ, അതിന്റെ ലേഖകൻ പറയുന്നുണ്ട്, ദൈവകാരുണ്യത്താൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ലതാനും. ദൈവകാരുണ്യത്താൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ലതാനും. നമ്മളൊക്കെ ഈ പുതുപ്പള്ളി പള്ളിയിലായിരിക്കുമ്പോഴും ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴും ഓർത്തഡോക്സുകാരായിരിക്കുമ്പോഴും എൻ്റെ പ്രവൃത്തി കൊണ്ട് ക്രിസ്തുവിന് അനുരൂപമായ ക്രിസ്തുവിൻ്റെ അന്തസ്സിന് ചേർന്ന പ്രവൃത്തിയാണോ ക്രിസ്തു ഭാവമാണോ നമ്മൾ ഇന്നുണ്ടാകുന്നതെന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുക. ഒരിക്കൽ വിശുദ്ധനായ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ലിയോയും കൂടെ പാടവരമ്പത്തിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കർഷകൻ ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, എല്ലാവരും താങ്കളെ ഒരു വിശുദ്ധൻ എന്നാണ് പറയുന്നത്, താങ്കൾ അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാവരും താങ്കളെ ഒരു വിശുദ്ധൻ എന്നാണ് പറയുന്നത്, താങ്കൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് കേട്ടിട്ട് ഫ്രാൻസിസ് നടുങ്ങിപ്പോകുകയാണ്. ഇതുപോലൊരു ചോദ്യം നമ്മളോടുമുണ്ട്. നമ്മളൊക്കെ ഞായറാഴ്ച അതിരാവിലെ പള്ളിയിലേക്ക് വരുന്നത് കൊണ്ടും പ്രാർത്ഥനായോഗത്തിന് പോകുന്നത് കൊണ്ടും പൊതുസമൂഹം പറയുന്നത് നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്നാണ്. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ക്രിസ്ത്യാനിയുടെ വായിൽ നിന്ന് വരുന്നത് ഗോസ്പലാണോ ഗോസിപ്പാണോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളിന്ന് പരത്തുന്നത് ആർ വി സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ്? എങ്ങനെയാണ് വീണ്ടും ജനിച്ച വ്യക്തിയെ അറിയുവാൻ സാധിക്കുന്നതെന്ന് ഇന്നത്തെ വേദഭാഗത്ത് പറയുന്നുണ്ട്. ഒരുവൻ വീണ്ടും ജനിച്ച വ്യക്തിയാണോ അല്ലയോ എന്നറിയുന്നത് അനുഭവത്തിൽ കൂടിയാണ്. അതിനൊരു ഉദാഹരണം കർത്താവ് പറയുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ കാറ്റടിക്കുന്നുണ്ടോ എന്ന് അനുഭവത്തിലൂടെ അറിയാം. കാറ്റടിക്കുന്നുണ്ടോ എന്ന് അനുഭവത്തിലൂടെ അറിയാം. കാറ്റിന്റെ കുളിർമ നമുക്ക് മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാൻ പറ്റും. ചുറ്റുപാടും അത് വരുത്തുന്ന മാറ്റം കാണുവാൻ സാധിക്കും. വീണ്ടും ജനിച്ച വ്യക്തിയെയും അയാളിൽ നിന്ന് പുറപ്പെടുന്ന ഉത്ഭവിക്കുന്ന ഫലങ്ങൾ വഴിയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളൊക്കെ വീണ്ടും ജനിച്ച വ്യക്തിയാണോ അല്ലയെന്ന് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം ആത്മാവിന്റെ ഫലമാണെങ്കിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം തുടങ്ങിയ ഫലങ്ങൾ നമ്മൾ കാഴ്ചക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ച വ്യക്തിയാണെന്ന് ലോകം പറയും. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്
നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന തരത്തിൽ മറ്റാളുകൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ പ്രവൃത്തികളായിത്തീരണമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ കാണുന്നത് സത്യ അന്വേഷകനായ നിക്കോദിമോസാണ്. നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ നിന്ന് പടിപടിയായി സത്യം കണ്ടെത്തുകയാണ്. ഒടുവിൽ ആ സത്യം അവനെ കുരിശിന്റെ ചവിട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. യേശുവിന്റെ മൃതസംസ്കാര വേളയിലാണ് നിക്കോദിമോസിനെ വീണ്ടും നാം കണ്ടുമുട്ടുന്നത്. യേശുവിന്റെ പ്രസംഗങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് കേട്ട നിക്കോദിമോസ് യേശു മശിഹ ആണോ എന്ന പൂർണ്ണ ഉറപ്പില്ലായിരുന്നു. എന്നാൽ പടിപടിയായി യേശു ദൈവപുത്രനാണെന്ന വിശ്വാസത്തിലേക്ക് വരികയാണ്. രാത്രിയിൽ വന്നിട്ട് പ്രകാശം നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് നിക്കോദിമോസ്. രാത്രിയിൽ നിന്ന് പകലിലേക്കും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസ സ്ഥിരതയിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അജ്ഞതയിൽ നിന്ന് അറിവിലേക്കും ഒരു മനുഷ്യനെ എങ്ങനെ യാത്ര ചെയ്യാമെന്നും അപ്രകാരം യാത്ര ചെയ്താൽ അയാളുടെ ജീവിതം എങ്ങനെ മാറുമെന്നും നിക്കോദിമോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. നിക്കോദിമോസിന്റെ സത്യ അന്വേഷണ യാത്ര അവസാനിക്കുന്നത് കുരിശിന്റെ ചുവട്ടിലാണ്. എന്തുകൊണ്ടാണ് നിക്കോദിമോസ് രാത്രിയിൽ വന്നത്? ഒത്തിരി കാരണങ്ങളുണ്ട്. 2-3 കാരണം. ഒന്ന്, യേശു പകലിൽ ബിസിയാണ്. യേശുവിന് പകലിലാണ് ജനങ്ങളുമായിട്ട് ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് നിക്കോദിമോസ് രാത്രിയിൽ വന്നത്. രണ്ടാമതായിട്ട്, ജനങ്ങൾക്ക് യേശുവിൻ്റെ സർവീസ് ലഭിക്കുന്നത് പകലാണ്. അതുകൊണ്ടായിരിക്കാം നിക്കോദിമോസ് രാത്രിയിൽ വന്നത്. മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. നിക്കോദിമോസ് യേശുവായിട്ട് ധാരാളം സമയം സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിക്കോദിമോസ് രാത്രിയിൽ വന്നത്. പ്രിയമുള്ളവരെ, രാത്രിയിൽ ദൈവവുമായിട്ട് സംഭാഷണം നടത്തണം. അതിലാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. നിക്കോദിമോസിന്റെ പടിപടിയായി ആത്മീയ വളർച്ച നമുക്ക് കാണാം. ആദ്യത്തെ ഘട്ടം എ മാൻ ഓഫ് കൺഫ്യൂഷൻ. സത്യ അന്വേഷകനായതുകൊണ്ട് അവന്റെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്നു. എ മാൻ ഓഫ് കൺഫ്യൂഷൻ. അങ്ങനെ അദ്ദേഹം ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തുകയാണ്, യേശുവിനെ. 2 രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. സത്യ അന്വേഷകന് കൺഫ്യൂഷൻ ഉണ്ടാകാം. മാതാവ് പറയുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? പിശാച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോൾ നിക്കോദിമോസിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം എ മാൻ ഓഫ് കൺഫ്യൂഷൻ. രണ്ടാമത്തെ ഘട്ടം എ മാൻ ഓഫ് കൺവിക്ഷൻ. ഒരു ബോധ്യത്തിന്റെ അനുഭവത്തിലേക്ക്, ദൈവം ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക്, ക്രിസ്തു ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് വരികയാണ്. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ സന്നിധി സംഘത്തിലെ ആളുകൾ യേശുവിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിക്കോദിമോസ് യേശുവിന് അനുകൂലമായി സംസാരിക്കുകയാണ്. മാൻ ഓഫ് കൺവിക്ഷൻ. മൂന്നാമത്തെ തലം മാൻ ഓഫ് കൺവേർഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. വിശ്വാസത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വന്നു. യേശുവിന്റെ കബറടക്കത്തിന് സഹകാർമ്മികനായി നിന്ന് അരിമത്യക്കാരൻ യൗസേപ്പിനോടൊപ്പം യഹൂദന്മാർ ക്രൂശിച്ച യേശുവിന്റെ ശരീരത്തെ ധൈര്യത്തോടെ പീലാത്തോസിനോട് ചോദിക്കുകയാണ്. ഓൾവേസ് പാരലൽ വിത്ത് സെന്റ് പോളിന്റെ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതമായി ആ രീതിയിലേക്ക് നിക്കോദിമോസ് വളരുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രാഫ് എവിടെ നിൽക്കുന്നുവെന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുക. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് നമ്മുടെ മരണം വരെയുള്ള ഒരു പോരാട്ടമാണ്. ഈ ആത്മീയ ജീവിതത്തിൽ വളരുക, ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല, നമ്മുടെ ജീവിത അവസാനം വരെ ഉള്ള പരിശ്രമമാണ്. നമ്മുടെ നിക്കോദിമോസിന്റെ ജീവിതത്തിൽ പടിപടിയായി ആത്മീയ വളർച്ച. മാൻ ഓഫ് കൺഫ്യൂഷൻ, മാൻ ഓഫ് കൺവിക്ഷൻ, മാൻ ഓഫ് കൺവേർഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. മാൻ ഓഫ് കൺഫ്യൂഷന്റെ അനുഭവത്തിൽ നിന്ന് കൺവിക്ഷന്റെ അനുഭവത്തിലേക്കും കൺവേർഷന്റെ കമ്മിറ്റ്മെന്റിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം വളരട്ടെ. നമ്മുടെ എല്ലാ സത്യ അന്വേഷണങ്ങളും യേശുവിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയാകട്ടെ. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമോ.